ഹലോ ഗൈസ്, നമ്മളിപ്പോ റഷ്യയില് പുഷ്കിനോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോണേന്. നമ്മളിപ്പോ വണ്ടിയിൽ കയറിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രൈവർ. ഹലോ, ഇതാ അൻസൻ. ജിജോ ഹലോ പറയണം. ഹലോ ശിവ. എന്നെ എടുത്തുക ിലേക്ക് പോണേന്. കമ്പനിക്കാരന്മാരൊക്കെ ഉണ്ട്, ഞങ്ങൾ 5 പേരുണ്ട്. അതേ പോണ വണ്ടിയാണത്. ക്യാബിൽ നിന്നിട്ട് പോണേന്. പിന്നിലേക്ക് പോണതിന്റെ വഴിയോര കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. റോഡാണ് അത്യാവശ്യം നല്ല മഞ്ഞ്, അപ്പുറം ഇപ്പുറം മഞ്ഞ് വന്ന് സ്നോ കട്ട, മഞ്ഞ് കട്ട വീടുകളൊക്കെ. പിന്നെ ഇതൊക്കെ ബസ്സാണ് ഇവിടുത്തെ അപ്പുറത്തൂടി പോണ. പിന്നെ ഇവിടെ ഈ മഞ്ഞിൽ കൂടി കാറ് മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു 4 മാസം കഴിഞ്ഞാലേ ബൈക്കൊക്കെ ഓടിക്കാൻ പറ്റുള്ളൂ. ബൈക്കൊക്കെ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെന്നി വീഴും. അമ്മാതിരി നല്ല ഇതില് മഞ്ഞ് വീണ മാസമാണ് ഈ 3 മാസം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മോട്ടോർ ബൈക്കൊക്കെ ഇവിടെ ഓടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ പിന്നെ കൂടുതലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രിസ്മസ് ട്രീ പോലത്തെ ട്രീ ഇവിടെ നിറച്ചിട്ടുണ്ട്. എവിടെ നോക്കിയാലും കാണാം. ഈ റഷ്യയിൽ ഏറ്റവും കൂടുതൽ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത് ഈ സാധനമാണ്, ക്രിസ്മസ് ട്രീ. എവിടെ നോക്കിയാലും മുക്കിലും മൂലയിലും എവിടെ നോക്കിയാലും ഈ സാധനം കാണാം. പിന്നെ എല്ലായിടത്തും മഞ്ഞുണ്ട്. നമ്മുടെ അവിടുത്തെ പോലത്തെ ഇന്ത്യയിലുള്ള പോലത്തെ റോഡും കാര്യങ്ങളൊന്നും അല്ല. ഇവിടെ എല്ലാം വെറുതെ കിടിലൻ റോഡാണ്, ഹെവി റോഡാണ്. അതുപോലെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ. വേസ്റ്റ് ഒന്നും ഇടാറില്ല ഇവിടെ. മഞ്ഞ് മാത്രമേ വീഴുള്ളൂ. മഞ്ഞ വരി നമ്മുടെ കോർപ്പറേഷൻകാർ വന്ന് രാവിലെ നമ്മുടെ വന്ന് പ്ലാസ്റ്റിക് എടുക്കുമ്പോൾ രാവിലെ വൈകുന്നേരം ഇവിടെ നമ്മുടെ JCB ഒക്കെ പോലത്തെ വണ്ടി വന്നിട്ട് മഞ്ഞ് കോരി മാറ്റും. മഞ്ഞ് കോരി മാറ്റാൻ വരെ ഇവിടെ പണിക്കായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഷവലും പിടിച്ചിട്ട് നടക്കണ കാണാം. റോഡൊക്കെ ഒന്നും പറയാനില്ല, കിട്ടില്ല, ഒരു രക്ഷയില്ലാത്ത റോഡാണ്. ഇവിടെ നമ്മളെ ഇന്ത്യൻ വണ്ടി ആയിട്ടുള്ള നമ്മുടെ ബെൻസ്, ഫെറാറി ഉണ്ടെങ്കിൽ നല്ല നൊത്തിപ്പോയി ഇവിടെ കൊടുത്തു പോവാം. ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ. നമ്മളപ്പോ റഷ്യയില് പുഷ്കിനോല് വന്നേക്കാനാണ്. പുഷ്കിനോല് തന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട്. നമ്മളവിടെയൊക്കെ ഈ ഓരോ പ്രതിമയൊക്കെ ഇല്ല, അയ്യങ്കാളി, അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഒക്കെ പ്രതിമ വെച്ച് വയ്ക്കണ നമ്മൾ കണ്ടിട്ടില്ലേ, ഗാന്ധി സ്ക്വയറിന്നൊക്കെ. അതുപോലെ തന്നെ ഇവിടെ എന്താണ് സംഭവം എന്ന് ഇത് അറിയില്ല കറക്റ്റായിട്ട്. നമ്മളിവിടെ വന്നേക്കണാണ്. അപ്പോൾ ഇവിടെ ചോദിക്കാനാണെങ്കിൽ നമുക്ക് റഷ്യൻ ഭാഷ നമുക്ക് അറിയില്ല. പിന്നെ ഉള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് നെറ്റും ഇല്ല നമ്മുടെ കയ്യിൽ ചോദിക്കാനായിട്ട്. ഇത് ഇവിടുത്തെ ഒരു സംഭവമാണ്. ഒരു പെണ്ണിൻ്റെ രൂപം പോലെ ഉണ്ടാക്കി വെച്ചേക്കണേ ഇവിടെ. അപ്പോൾ നമ്മൾ അന്ന് വന്നപ്പോൾ സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തുള്ള ഇതൊന്നും കാണിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് നമ്മൾ ഇറങ്ങി പോന്ന്. അപ്പോൾ ഇപ്പോഴേ ഇവിടെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ട്. ആപ്പിളൊക്കെ പല ടൈപ്പ് ഉണ്ട്. ഗ്രീൻ ആപ്പിള്, റെഡ് ആപ്പിള്, ഇത് കണ്ട. ഓറഞ്ച് തന്നെ ചെറിയ ഓറഞ്ച് ഉണ്ട്, ചെറിയ ചോട്ട, ചെറിയ ഓറഞ്ച്, വലിയ ഓറഞ്ച്. പിന്നെ ഇതെന്ത് സാധനമെന്ന് അറിയില്ല. നമ്മുടെ അവിടുത്തെ പനച്ചിക്ക പോലത്തെ സാധനം. സാധനം എന്നറിയില്ല. മാതളം, മാങ്ങയുണ്ട്. പിന്നെ ഇങ്ങാട് വരുമ്പോൾ ചെറിയ തക്കാളിയൊക്കെ ഉണ്ട്, ചെറുത്, ചെറിയ തക്കാളി, വലിയ തക്കാളി, ഇത് വലിയ തക്കാളി. പിന്നെ കുക്കുംബർ ഉണ്ട്, ഗ്രീൻ കുക്കുംബർ. കുക്കുംബർ 2 ടൈപ്പ് ഉണ്ട്. പിന്നെ മത്തങ്ങ ഉണ്ട് ഇവിടെ, വലിയ കട മത്തങ്ങ, ക്യാപ്സിക്ക, ക്യാരറ്റൊക്കെ ഡാമേജ് ചൂടിങ്ങനെ. പിന്നെ ഉരുളക്കിഴങ്ങുണ്ട്. സവാള നോക്കിയാൽ നമ്മുടെ അടുത്തേലും വലിയ സവാളയാണ്, വേറൊരു ടൈപ്പ് സവാളയാണ്, നിറ വ്യത്യാസമുണ്ട്. പിന്നെ ഇങ്ങോട്ട് തന്നെയാണെങ്കിൽ ഇത് ജ്യൂസ് ഐറ്റംസ്, പിന്നെ എനർജി ഡ്രിങ്ക്, ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ട് കുറേ. തക്കാളിയൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്, തക്കാളി. പിന്നെ ഇതൊക്കെ സോസാണ്, സോസുകളും ജാമുകളും. ഇത് മറ്റേ നമ്മൾ എണ്ണയിലിട്ട് വീർത്ത് വരുമല്ലേ, എറണാകുളത്തൊക്കെ മേടിക്കുന്ന സാധനമല്ലേ, ഒരു മഞ്ഞ സാധനം. അതിൻ്റെ തന്നെ പല പല ടൈപ്പ് ഉണ്ട്. ചോളം പോലെ നമ്മൾ എണ്ണയിലിട്ട് ഇങ്ങനെ വീർത്ത് വന്നു, മഞ്ഞ കളറുള്ള ഐറ്റംസൊക്കെ, കേക്ക്. ബ്രെഡ് ഐറ്റംസ്, ബ്രെഡ്,
മധുരമായിട്ട് ബ്രെഡാണ് അമ്പടത്തെ പോലത്തെ 10 ഉണ്ട് അമ്പടത്തെ പോലത്തെ 52 രൂപയ്ക്കാണ് ഇവിടെ പപ്സിന്. ഇവിടത്തെ ചിക്കനൊക്കെ വെച്ചേക്കണ നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. നമുക്ക് കോഴീനെ പല പല ആകൃതിയിൽ പല പല ഇതിൽ വെച്ചേക്കണ ചിക്കൻ. ചെറിയ സ്നാക്സ് ഒക്കെ ഇതൊക്കെ ബട്ടറാണെന്ന് തോന്നുന്നു. ബട്ടർ തന്നെ പല പല ഷേപ്പിൽ പല പല ഫ്ലേവറും ഉണ്ടെന്ന് തോന്നുന്നു. ഹിറ്റാണ് ഇവിടുത്തെ. പല പല ആകൃതിയിലും പല പല വലിപ്പത്തിലും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ചിക്കൻ്റെ ഉണ്ട്, ബീഫിൻ്റെ ഉണ്ട്, എല്ലാത്തിൻ്റെയും വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വന്ന കുപ്പി കണ്ടത്. നമ്മളെ കൗട്ട കുറേ ടൈപ്പ് ഉണ്ട് ഇവിടെ. 659, 759. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് നോക്കണമെങ്കിൽ അത്യാവശ്യം റേറ്റ് കൂടുതലാണ് ഇവിടുത്തെ. ഇവിടെ ഈ റഷ്യൻ റൂബിൾ വെച്ച് നോക്കണമെങ്കിൽ വില കുറവാണ്. കുറേ കുപ്പികൾക്കൊക്കെ അത്യാവശ്യം വില കുറവാണ്. പിന്നെ കളർഫുള്ളാണ് നല്ല. എല്ലാം ഉണ്ട്. വൈറ്റ് ഉണ്ട്, ഇതൊക്കെ കളറാണ്. ഇതൊക്കെ മറ്റേ മാജിക് മൂവ്മെന്റ് പോലത്തെ തന്നെ സാധനം. ഇതാണ് കുപ്പിയിലാക്കി വെച്ചേക്കണ. പല പല ടൈപ്പ് തൈരാണ്. പിന്നെ ഇതൊക്കെ ജാമാറ്റേന്ന് തോന്നുന്നു. പിന്നെ ഇത് ഉപ്പിലിട്ടേക്കണുണ്ടല്ലോ, എല്ലോളിക്ക ഉപ്പിലിട്ട് വെച്ചേക്കണം. നമ്മുടെ അവിടുത്തെ സൂപ്പർ മാർക്കറ്റൊന്നും ഒന്നും അല്ലട്ടെ ഇത് വെച്ച് നോക്കുമ്പോൾ. അതിൻ്റെ 4 ഇരട്ടിയുണ്ട് ഇവിടെ. ഇഷ്ടംപോലെ സാധനങ്ങളും ഉണ്ട്. വരുമ്പോൾ ഇവിടെയുണ്ട് പിന്നെ ലിക്കർ ഐറ്റംസ്. ഇവിടെ അതിനേലും ആദ്യം കണ്ടതിനേലും നല്ല വില കൂടിയുള്ള സാധനങ്ങളാണെല്ലാം. സൂപ്പർ മാർക്കറ്റിൻ്റെ പൊക്കത്തുനിന്നുള്ള വ്യൂ ആണ്. കിട്ടിലം വ്യൂ എന്ന് വെച്ചാൽ മപ്പം വ്യൂ ആണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ആ ഫാക്ടറികളിലൊക്കെ ഉള്ള പുക പോണ അതിൻ്റെ ഇതാണ് പോക്കുള്ളിൽ. റോഡും കാര്യങ്ങളൊക്കെ താഴ്ത്തുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ തന്നെ 7 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുഷ്കിനുള്ള രാത്രി വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അടുത്തൊരു വീഡിയോയിലൂടെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇതുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാനാണ്. അപ്പം